തോരാതെ ജന്മനാടിന്റെ കണ്ണീർ. വേലിക്കകത്തിന്റെ പടിയിറങ്ങി വിപ്ലവ താരകം. VS-ന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വലിയ ചുടുകാട്ടിൽ. ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഗതാഗതം നിരോധിച്ച പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് റോഡ് വികസനം 1 വർഷം പിന്നിട്ടിട്ടും ആരംഭിക്കാനായില്ല. കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ അധികൃതർ. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. കർക്കിടക വാവ് ബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 75,000 രൂപ കടന്നു. 3 ദിവസത്തിനിടെ പവന് വർദ്ധിച്ചത് 1,680 രൂപ. നമസ്കാരം. വാർത്തകൾ വിശദമായി. VS-ന് വിട നൽകാനൊരുങ്ങി രാഷ്ട്രീയ കേരളം. കേരളത്തിന്റെ സമരജീവിത സ്നേഹ വായ്പയോടെ ചേർത്തണച്ച വീട്ടിൽ നിന്നും എന്നേക്കുമായി VS അച്യുതാനന്ദൻ മടങ്ങി. ആലപ്പുഴ പറവൂരിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് VS-ന്റെ മൃതദേഹം എത്തിച്ചത്. തിരുവനന്തപുരം മുതൽ വേലിക്കകത്ത് വീട് വരെ റോഡിന്റെ ഇരുവശങ്ങളിലുമായി തടിച്ചുകൂടിയ 10,000-കണക്കിന് ആളുകളുടെ സ്നേഹവായ്പ ഏറ്റുവാങ്ങിയാണ് വിലാപയാത്ര വീട്ടിലെത്തിയത്. പുന്നപ്രയുടെ സമരപുത്രനെ വികാരഭരിതമായാണ് ആലപ്പുഴക്കാർ ഏറ്റുവാങ്ങിയത്. കോരിച്ചൊരിയുന്ന മഴയെപ്പോലും അവഗണിച്ചായിരുന്നു VS-നെ കാണാൻ ആൾക്കൂട്ടം കാത്തിരിക്കുന്നത്. ഭൗതികദേഹം ആലപ്പുഴയിലെ പാർട്ടി ആസ്ഥാനത്ത് അവസാനമായി കൂടുതൽ വിവരങ്ങളുമായി അഭിജിത്ത് തലച്ചിറ ചേരുന്നു. അഭിജിത്ത്, പൊതുദർശനം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണുവാനായി നിരവധി ആയിരക്കണക്കിന് ആളുകളാണ് ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത്. 4 മണിക്കാണ് സംസ്കാരം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തരമൊരു ജനാവലി ഇപ്പോഴും പൊതുദർശനത്തിന് എത്തുന്നത് കൊണ്ട് തന്നെ സമയക്രമത്തിൽ വിട്ടുവീഴ്ച വരാനായിട്ട് സാധ്യതയുണ്ടോ? തീർച്ചയായും പ്രിയങ്ക, കാരണം നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. കാരണം ആയിരങ്ങളാണ് ഇപ്പോഴും പ്രിയ നേതാവിന് വിട നൽകാനായി ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ തന്നെ 4 മണിക്കായിരുന്നു സംസ്കാര ചടങ്ങുകൾ പറഞ്ഞിരുന്നത്. എന്നാൽ അതൊക്കെ എപ്പോഴും സമയം പിന്നിട്ടിരിക്കുന്നു. ഇപ്പോഴും ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ് പ്രിയ നേതാവുള്ളത്. ഇനിയും റിക്രിയേഷൻ ഗ്രൗണ്ടിലടക്കം പൊതുദർശനമുണ്ട്. അതിനുശേഷമാകണം വലിയ ചുടുകാടിലേക്ക് സംസ്കാരത്തിനായി VS-നെ എത്തിക്കേണ്ടത്. എന്നാൽ ഈ ഇടങ്ങളിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ജനമാണ് ഇവിടേക്കെല്ലാം നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഒരു നോക്ക് അവസാനമായി കാണുവാനായി. എന്തായാലും ഈ ഒരു സമയങ്ങളിലൊന്നും തന്നെ സംസ്കാര ചടങ്ങ് നടക്കില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. അത് എത്ര വരെ നീണ്ടുപോകും എന്നതിലുള്ള ആശങ്ക മാത്രമാണ് ഇപ്പോൾ പാർട്ടി നേതാക്കൾക്കടക്കമുള്ളത്. കാരണം നമുക്കറിയാം, ഇന്നലെയും മെനഞ്ഞാന്നുമായി നടന്നിരുന്ന പൊതുദർശന ഇതിൽ എത്രയോ നേതാക്കൾ, എത്രയോ സാധാരണക്കാരായ ജനങ്ങളടക്കം വന്നു പോകുന്നു. വഴിത്താരകളിലെല്ലാം പ്രിയ നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനും അവസാനമായി ഒരു നോക്ക് കാണുവാനുമായി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കാത്തു നിൽക്കുന്നു. ഈ വഴിത്താരകളിലൂടെ, ദേശീയപാതയിലൂടെ വരുമ്പോൾ തന്നെ നമുക്കറിയാം, പറഞ്ഞ സമയങ്ങളിൽ ഒന്നും തന്നെ സ്വന്തം മണ്ണിലേക്ക്, അല്ലെ ജന്മനാട്ടിലേക്ക് എത്തിച്ചേരില്ല എന്നറിയുമ്പോൾ പോലും ഇത്രയും ഒരു വൈകൽ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം അത്രമേൽ വൈകാരികമായിട്ടാണ് ജന്മനാടും മറ്റ് ജില്ലയിലുള്ള അണികളും പ്രവർത്തകരും നാട്ടിലെ ഓരോ മനുഷ്യരും പ്രിയ സഖാവിന് വിട നൽകിയത്. അത്രമേൽ വൈകാരികമായി തന്നെയാണ് അവർ പ്രിയ സഖാവിനെ ഒരു നോക്ക് കാണുവാനും വഴിത്താരകളിൽ കാത്തു നിന്നത്.
എന്തായാലും ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ 22 മണിക്കൂറുകൾ പിന്നിട്ട ശേഷമാണ് VSന്റെ ഭൗതിക ശരീരവും വഹിച്ചുള്ള വിലാപയാത്ര, ആ വാഹനം പറവൂരിലെ സ്വവസതിയുടെ വാതിക്കൽ എത്തി നിന്നത്. പിന്നീട് അദ്ദേഹത്തെ വീടിനകത്തേക്ക് കൊണ്ടുവരുന്നു, അവിടുത്തെ പൊതുദർശനം വരുന്നു, രാഷ്ട്രീയ നേതാക്കൾ അടക്കമുള്ളവർ അവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു. ഒപ്പം തന്നെ ജന്മനാടാണ് നമുക്കറിയാം, അയൽവക്കക്കാരും ഈ എല്ലാ വിഭാഗത്തിലുള്ള ആളുകളും ആ വീട്ടിലേക്ക് എത്തി VSനെ ഒരു നോക്ക് കാണുവാൻ, സ്വന്തം പിറന്ന മണ്ണിൽ അവസാനമായി അന്തിമോപചാരം അർപ്പിക്കാൻ അവരെല്ലാം ഒഴുകിയെത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. അവിടെ നിന്ന് ഏറെ പ്രയാസപ്പെട്ടാണ് റെഡ് വോളണ്ടിയർമാരുടെ അടക്കം നേതാക്കളുടെ അടക്കം ഇടപെടലിലൂടെ അവരെയെല്ലാം ഒരു നോക്ക് കാണിച്ചുകൊണ്ട് VSനെ ഈ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിച്ചത്. അവിടെയും വഴിത്താരകളിൽ വലിയ രീതിയിലുള്ള ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരുന്നത്. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ മറ്റ് പാർട്ടികളുടെ അടക്കം നേതാക്കൾ, കാരണം AICC ജനറൽ സെക്രട്ടറി കൂടിയായ വേണുഗോപാൽ, KC വേണുഗോപാൽ MP അടക്കമുള്ളവർ അവിടെ എത്തി. BJPയുടെ മുൻ അധ്യക്ഷൻ, സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ അടക്കമുള്ളവരും പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയാണ് അന്തിമോപചാരം അർപ്പിച്ചത് നമ്മൾ കണ്ടു. അപ്പം അത്തരത്തിൽ സ്വന്തം പാർട്ടിയുടെ അണികൾക്കപ്പുറത്തേക്ക് സാധാരണക്കാരായ ജനങ്ങളും മറ്റ് പാർട്ടി നേതാക്കളും അങ്ങനെ നാനാജാതിയിൽപ്പെട്ട നാനാ തുറകളിൽപ്പെട്ട മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യർ മുതൽ പ്രമുഖരായ ആളുകൾ വരെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അടക്കമെത്തി അന്തിമോപചാരം അർപ്പിക്കുന്നു. അവിടെയും വലിയ തിരക്കാണ് ഇപ്പോഴും അനുഭവപ്പെടുന്നത്. ഇനിയും ഏതാനും നിമിഷങ്ങൾ കൂടി മാത്രമേ, നേരത്തെ നമുക്കറിയാം 9 മണി മുതൽ 10-11 മണി വരെയായിരുന്നു ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് സമയം അനുവദിച്ചിരുന്നത്. എന്നാൽ അതൊക്കെ എപ്പോഴോ പിന്നിട്ടു. ഇപ്പോൾ അവിടെ എത്തിയതിന് ശേഷം അരമണിക്കൂർ മാത്രമായി ചുരുക്കിയിരുന്നു. ഇപ്പോഴും ആ ഒരു വരി ഇപ്പോഴും നീളുകയാണ്. അതുകൊണ്ട് എപ്പോൾ ഈ ആളുകളെയൊക്കെ കാണിച്ചുകൊണ്ട് അത് അന്തിമോപചാരം ഏറ്റുവാങ്ങിക്കൊണ്ട് VS തൻ്റെ കർമ്മമണ്ഡലമായിരുന്ന ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് എപ്പോൾ അവിടെ നിന്ന് പടിയിറങ്ങും എന്ന് ജില്ലാ നേതൃത്വത്തിന് പോലും ഇപ്പോൾ പറയാൻ പറ്റാത്തൊരു സ്ഥിതിയാണുള്ളത്. എന്തായാലും അധികം വൈകാതെ തന്നെ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അവിടെയും പൊതുദർശനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. അവിടെയും ആയിരങ്ങൾ ഇതുപോലെ കാത്തു നിൽക്കുകയാണ് പ്രിയ സഖാവിനെ കാണാനും ഒരു നോക്ക് കണ്ട് അന്തിമോപചാരം അർപ്പിക്കാനും. എന്തായാലും അവിടേക്കും അധികം വൈകാതെ തന്നെ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അത് വലിയൊരു സാഹസികമായ ഒരു യാത്ര തന്നെ വേണ്ടിവരുമെന്ന് ആണ് കരുതുന്നത്. കാരണം അത്രയ്ക്കും ആളുകളാണ് ഈ വഴിത്താരകളിലെല്ലാം അദ്ദേഹത്തെ കാത്ത് നിൽക്കുന്നത്. എന്തായാലും അധികം വൈകാതെ തന്നെ അവിടേക്ക് എത്തിക്കും. തുടർന്ന് വേഗത്തിൽ തന്നെ അവിടുത്തെ പൊതുദർശനം അവസാനിപ്പിച്ച് വലിയ ചുടുകാടിലേക്ക് എത്തിക്കും. അവിടെയാണ് VSന് അന്ത്യവിശ്രമം ഒരുങ്ങുന്നത്. ഇനിയും സമയം എത്രത്തോളം ആകുമെന്നറിയില്ല. എന്നാൽ പോലും സർക്കാരിൻ്റെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ അഗ്നിജ്വാലയായി VS ഇനിയും സമൂഹത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ കേരളത്തിന് മുകളിൽ ഉദിച്ചു നിൽക്കും. ആ ഒരു താരകത്തെ നോക്കിയാവും ഇനിയും കണ്ണേ കരളെ VS ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന മുദ്രാവാക്യം ഉയരുക. എന്തായാലും അധികം വൈകാതെ തന്നെ ഈ ഇവിടുത്തെ പൊതുദർശനമെല്ലാം അവസാനിപ്പിച്ച് വലിയ ചുടുകാടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജില്ലാ, അതുപോലെ തന്നെ സംസ്ഥാന പാർട്ടി നേതാക്കളടക്കമുള്ളവർ. പ്രിയങ്ക. ശരി അഭിജിത്ത്, ധീരസഖാവിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ച് വൻ ജനാവലിയാണ് ആർത്തിരമ്പിക്കൊണ്ടിരിക്കുന്നത്. തോരാതെ ജന്മനാടിന്റെ കണ്ണീർ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ നേതാവിന് എത്രയധികം അഭിവാദ്യങ്ങൾ അർപ്പിച്ചിട്ട് പോലും മതിയാവാതെ അത്രയധികം ജനങ്ങൾ ആർത്തിരമ്പിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ VSന്റെ ജീവിതം തന്നെ ഒരു ചരിത്രമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയും ഇപ്പോൾ ചരിത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ CPM വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുശോചന മൗനജാഥ നടത്തി. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം PN സുരേന്ദ്രൻ, ഏരിയ സെക്രട്ടറി KD ബാഹുലയൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ NK പ്രമോദ് കുമാർ, TR രജിത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
ചാലക്കുടി വെട്ടുകടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പൂർണ്ണമായും ഗതാഗതം നിരോധിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ദേശീയപാതയിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്നതിനാൽ എറണാകുളം ഭാഗത്തേക്കുള്ള ബദൽ സംവിധാനമായി യാത്രക്കാർ ഉപയോഗിക്കുന്നത് വെട്ടുകടവ് റോഡാണ്. റോഡ് തടഞ്ഞതോടെ നിരവധി വാഹനയാത്രക്കാർ ദുരിതത്തിലായി. ഇതോടെ ചാലക്കുടി നഗരസഭ പ്രതിപക്ഷ നേതാവ് CS സുരേഷിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ രംഗത്തെത്തി. വിവരമറിഞ്ഞ് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. കരാറുകാരുമായി ചർച്ച നടത്തുകയും ഒറ്റവരി ഗതാഗതത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താമെന്നും ധാരണയിലെത്തി. കോൺക്രീറ്റ് ടൈൽസ് വിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PA പോളി, പരിസ്ഥിതി പ്രവർത്തകൻ JN ജോസഫ് പട്ടത്ത് എന്നിവരും പ്രതിഷേധ സംഘത്തിലുണ്ടായിരുന്നു. ഏക ആശ്രയമുള്ള റോഡാണ് ഈ വെട്ടൂർ പാലം വഴി മാർക്കറ്റ് വഴി വന്നു ചേരുന്നത്. മേലൂർക്കും അല്ലെങ്കിൽ എറണാകുളമൊക്കെ പോകുന്നത് ആൾക്കാർ ഇതിലാണ്. അത് പൂർണ്ണമായിട്ട് അടയ്ക്കാനുള്ള തീരുമാനമെടുത്തത് ഇപ്പോൾ എല്ലാവരും ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്ന് പോലീസും വന്നു, ജയമ്പത്രത്ത് ഇവിടെ ഒരുപാട് ആളുകൾ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് സംസാരിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു സൈഡ് തുറന്നു കൊടുത്ത് പണി കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പീരീഡ് തീർന്നതിന് ശേഷം അടുത്ത സ്ഥലത്ത് പണിയാനുള്ള തീരുമാനമായി. വളരെയധികം സന്തോഷം. ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് 1 വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ല. ഇതുമൂലം കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ വർഷം ജൂലൈ 15-നാണ് ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുവശത്തു നിന്നും സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. 100 ദിവസത്തിനകം പണികൾ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വലിച്ചതൊഴിച്ചാൽ വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിക്കുകയോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴയിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യാനൊരുങ്ങുന്നതിനാൽ കുഴികൾ അടയ്ക്കാനുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ പ്രധാനപ്പെട്ട പൂതംകുളം മുതൽ സെന്റ് ജോസഫ്സ് കോളേജ് വരെയുള്ള ടാണ ചന്തക്കുന്ന് റോഡ് 4 വരി വീതിയിൽ വികസിപ്പിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിക്ക് അനുമതിയായതായും പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും KSTP അധികൃതർ അറിയിച്ചു. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാനപാത 2 വരിയിലാണ് നിലവിൽ കോൺക്രീറ്റിംഗ് നടത്തുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. ഗുരുപവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിൽ നിന്നുള്ള മാലിന്യം കിഴക്കേ നടപ്പുര വരെ എത്തി. ചെരുപ്പിടാതെ ക്ഷേത്രത്തിലേക്ക് പോകുന്നവർക്ക് ഇത് ചവിട്ടാതെ പോകാനാകാത്ത സ്ഥിതിയായി. ഇതുമൂലം GUP സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികളും ദുരിതത്തിലായി. ദുർഗന്ധം മൂലം സമീപത്തെ ടാക്സി സ്റ്റാൻഡിൽ ഉള്ളവരും വ്യാപാരികളും ബുദ്ധിമുട്ടിലായി. അഴുക്കുചാൽ പദ്ധതിയിലേക്ക് ബന്ധിപ്പിക്കുന്ന അരുണോദയം ടൂറിസ്റ്റ് ഹോമിന് മുന്നിലെ സൈഡ് ചേംബറിൽ നിന്നാണ് മാലിന്യം പുറത്തേക്കൊഴുകിയത്. വാട്ടർ അതോറിറ്റിയുടെ അഴുക്കുചാൽ ലൈനിൽ ബ്ലോക്ക് ആയതിനെ തുടർന്ന് ഓവർഫ്ലോ ആയതാണെന്ന് സ്ഥാപനോടമ പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗം സ്ഥലത്തെത്തി സ്ഥാപനത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. വാട്ടർ അതോറിറ്റിയോടും വിശദീകരണം ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, ഗുരുവായൂർ. കർക്കിടക വാവുബലി നാളെ. ദർപ്പണത്തിനായി ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. വ്യാഴാഴ്ച പുലർച്ചെ 2:30 ചാവക്കാട് പഞ്ചവടി വാക്കടപ്പുറത്തെ യജ്ഞശാലയിൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. 1000 പേർക്ക് വരെ ഒരേ സമയം ഇവിടെ ബലിയിടാൻ കഴിയും. രാവിലെ 10 വരെ ബലിയിടൽ ചടങ്ങുകൾക്ക് സൗകര്യമുണ്ടായിരിക്കും. തൃപ്രയാർ ക്ഷേത്രക്കടവിൽ പുലർച്ചെ 4:30 മുതൽ 10 വരെ ബലിതർപ്പണ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിൽ ബലിതർപ്പണ ചടങ്ങുകൾ 3:30 ആരംഭിക്കും. ഒരേ സമയം 800 പേർക്ക് ബലിതർപ്പണത്തിന് സൗകര്യം ഉണ്ടാകും. പ്രഭാത ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ട്. 11 മണിയോടെ ബലിതർപ്പണ ചടങ്ങുകൾ അവസാനിക്കും. ആറാട്ടുപുഴ മന്ദാരക്കടവിൽ പുലർച്ചെ 12:30 മുതൽ രാവിലെ 10 വരെ ബലിതർപ്പണം നടക്കും. ഒരേ സമയം 500 പേർക്ക് ബലിയിടാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. പുഴയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ബലിതർപ്പണ ചടങ്ങുകൾ പുലർച്ചെ 2 മണിയോടെ ആരംഭിക്കും. വന്നെത്തുന്നവർക്ക് പ്രഭാത ഭക്ഷണവും വിപുലമായ വാഹന പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പാറമേക്കാവ് ശാന്തിഘട്ടിൽ പുലർച്ചെ 4-നാണ് ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഒരേ സമയം 300ഓളം പേർക്കുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. മധ്യ കേരളത്തിലെ ബലിതർപ്പണത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ ഭാരതപ്പുഴയുടെ തീരത്തെ തിരുവില്ലാമല പാമ്പാടി ഐവർമഠത്തിൽ പുലർച്ചെ 4-ന് തർപ്പണ ചടങ്ങുകൾ ആരംഭിക്കും. TCV, തൃശൂർ. ഗുരുവായൂർ ദേവസ്വം കീഴേടമായ നെന്മിനി ബലരാമ ക്ഷേത്രത്തിൽ കർക്കിടക വാവ് ബലിക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായി. V. സൂര്യനാരായണൻ എളിയതിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുലർച്ചെ 4 മണി മുതൽ ബലിതർപ്പണം ആരംഭിക്കും.
ബലിതർപ്പണം ഷീട്ടാക്കുന്നതിനുള്ള ടിക്കറ്റ് കൗണ്ടർ പുലർച്ചെ 3 മണി മുതൽ പ്രവർത്തിക്കും. ക്ഷേത്രത്തിൽ കൂടുതൽ ജീവനക്കാരെയും സുരക്ഷാ ജീവനക്കാരെയും നിയോഗിക്കും. ഭക്തരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും ഉണ്ടാകും. ബലിയിടാൻ എത്തുന്നവർക്ക് ദേവസ്വം ലഘുഭക്ഷണവും നൽകും. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ തിലഹോമവും സായുജ പൂജയും ഉണ്ടാകുമെന്ന് ക്ഷേത്ര ക്ഷേമ സമിതി പ്രസിഡന്റ് പി പുരുഷോത്തമ പണിക്കർ പറഞ്ഞു. രാവിലെ 6 മുതൽ തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും വൈകിട്ട് ഭഗവതി സേവയും ഉണ്ടാകും. കർക്കിടക വാവുബലി തർപ്പണ ചടങ്ങുകൾക്ക് വിപുലമായ സുരക്ഷയൊരുക്കി തൃശൂർ റൂറൽ പോലീസ്. ക്രമസമാധാന പാലനത്തിനായി 500 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് പ്രത്യേകമായി നിയോഗിച്ചിട്ടുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഇരിങ്ങാലക്കുട, കൊടുങ്ങല്ലൂർ, ചാലക്കുടി ഡിവൈഎസ്പിമാരുടെ മേൽനോട്ടത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ബലിതർപ്പണം നടക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും മതിയായ വെളിച്ചം, മുന്നറിയിപ്പ് ബോർഡുകൾ, മൈക്കിലൂടെയുള്ള സുരക്ഷാ അറിയിപ്പുകൾ, നിരീക്ഷണ സംവിധാനങ്ങൾ, സ്കൂബ സംഘം, ക്ഷേത്ര രക്ഷാപ്രവർത്തന സംഘം, ആംബുലൻസ് എന്നിവ ഉറപ്പുവരുത്തും. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷയ്ക്കായി കൂടുതൽ വനിതാ പോലീസിനെയും പിങ്ക് പോലീസ് പട്രോളിംഗ് സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. സ്വർണ്ണാഭരണ പ്രേമികളെ ആശങ്കയിലാക്കി വൻ കുതിപ്പിൽ സ്വർണ്ണവില ചരിത്രത്തിൽ ആദ്യമായി 75,000 രൂപ കടന്നു. പവന് 760 രൂപ വർദ്ധിച്ച് 75,040 രൂപയായി. ഗ്രാമിന് 95 രൂപ വർദ്ധിച്ച് 9,380 രൂപയാണ്. ജൂൺ 15 രേഖപ്പെടുത്തിയ 74,560 രൂപയെന്ന റെക്കോർഡാണ് ഭേദിച്ചത്. 3 ദിവസത്തിനിടെ 1,680 രൂപയാണ് പവന് വർദ്ധിച്ചത്. പുന്നിയൂർ പഞ്ചായത്തിലെ എടക്കഴിയൂർ കാതിരിയ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. പഞ്ചായത്തിലെ 13-14 വാർഡുകളിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി. എടക്കഴിയൂർ ഹൈസ്കൂളിലേക്കും തൊട്ടടുത്ത മദ്രസയിലേക്കും അടക്കം നിരവധി വിദ്യാർത്ഥികളാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നുപോകുന്നത്. വെള്ളക്കുഴികളിൽ വീണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകടവും പതിവായി. കാന പൂർത്തീകരിക്കാത്തതും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പൊതുപ്രവർത്തകനും സമീപവാസിയുമായ ജലീൽ കാര്യടത്ത് പറഞ്ഞു. ദിവസേന 100 കണക്കിന് വിദ്യാർത്ഥികൾ മദ്രസകളിൽ സ്കൂളിൽ പോകുന്ന ഒരു തീരദേശ റോഡാണ് ഈ കാതിരിയ റോഡ്. ഇതിന് ഒരു രാഷ്ട്രീയ പാർട്ടികളോ ഒരു ഭരണസമിതി മെമ്പർമാരോ അല്ലെ പ്രതിപക്ഷങ്ങളോ ആരും ഇതിന് മുൻകൂർ എന്തായാലും ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ജനങ്ങൾ വളരെ ദുരന്തപൂർണമായ ജീവിതമാണ് ഇപ്പോൾ നടക്കുന്നത്. വെള്ളക്കെട്ടിന് സമീപത്ത് കാന നിർമ്മാണം പൂർത്തീകരിക്കാതെ നിർത്തിവെച്ചിരിക്കുകയാണ്. ഈ കാനയിൽ നിന്ന് വെള്ളം വലിയ തോതിൽ ഒഴുകിയെത്തുന്നതാണ് വെള്ളക്കെട്ടിന് കാരണം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇത് തുടർന്നാൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. നിരന്തരമായി MLAയും MP ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബൃഹത്തായ പദ്ധതിക്ക് ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ തീരദേശ മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിച്ചു പോകാനുള്ള ഒരു പദ്ധതിക്ക് ഈ പൊന്നേർ പഞ്ചായത്ത് ഭരണസമിതിയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയോ ഒക്കെ മുൻകൈ എടുത്തല്ലാതെ ഇതിൽ പരിഹാരം ഉണ്ടാകാൻ സാധിക്കില്ല. മാത്രമല്ല ഇപ്പോൾ ഈ ഇത്രയും രൂക്ഷമായി വെള്ളക്കെട്ട് ഈ കാതിരിയ ഭാഗത്തുണ്ടാകാൻ കാരണം കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് വെച്ചിട്ട് ഒരു 100 മീറ്റർ ഒരു പദ്ധതി ആവിഷ്കരിക്കും. അത് എവിടെയും എത്താത്ത നിലയ്ക്ക് ഒരു ആസൂത്രണമില്ലാതെ ഒരു ഗ്രഹപാഠം നടത്താതെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് ഈ കണ്ട പാവപ്പെട്ട ജനങ്ങൾ ദുരിതത്തിലാവുകയും വിദ്യാർത്ഥികളടക്കമുള്ള നിരവധി ആളുകൾ യാത്ര ചെയ്യുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാതെ വന്നത്. TCV ചാവക്കാട്. കളി കഴിഞ്ഞ് വീട്ടിലെത്തിയ 14-കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. ചാലിശ്ശേരി പടിഞ്ഞാറെ പട്ടിശ്ശേരി മുല്ലശ്ശേരി മാടേക്കാട്ട് മണികണ്ഠന്റെ മകൻ 14 വയസ്സുള്ള അതുൽ കൃഷ്ണയാണ് മരിച്ചത്. സുഹൃത്തുക്കൾക്കൊപ്പം കളി കഴിഞ്ഞ് തിരികെ വീട്ടിൽ മടങ്ങിയെത്തിയ അതുൽ കൈകാലുകൾ കഴുകുന്നതിനിടെ തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. കോക്കൂർ ടെക്നിക്കൽ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇപ്പോൾ കിട്ടിയ വാർത്ത. തൃശൂരിൽ കോളേജ് വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. ഇയാൾ കുത്തുക്കല്ല് ഒലക്കെങ്കിൽ ഔസേപ്പ് മകൾ 21 വയസ്സുള്ള കൃപയാണ് മരിച്ചത്. തൃശൂർ സെന്റ് മേരീസ് കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. പനി ബാധിതയായിരുന്നു. കോളേജിൽ കുഴഞ്ഞു വീണ കൃപയെ ഉടൻ തന്നെ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
കടപ്പുറം തൊട്ടാപ്പ് ലൈറ്റ് ഹൌസിന് സമീപം ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു. ഡോൾഫിന്റെ ജഡത്തിന് 8 അടിയോളം നീളമുണ്ട്. ലൈഫ് ഗാർഡുമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് DMCയെ വിവരം അറിയിച്ചു. ഡോൾഫിന്റെ ജഡം കാണാൻ സഞ്ചാരികളും നാട്ടുകാരും തടിച്ചുകൂടി. ജഡം പിന്നീട് മറവ് ചെയ്തു. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ KSRTC സ്വിഫ്റ്റ് റോഡിന്റെ വശത്തെ കുഴിയിൽ വീണ് അപകടം. ആർക്കും പരിക്കില്ല. പത്തനാപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന KSRTC സ്വിഫ്റ്റാണ് അപകടത്തിൽപ്പെട്ടത്. ചാവക്കാട് തെക്കേ ബൈപ്പാസിൽ കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. ടോറസ് മുന്നിലേക്ക് കടന്നു വന്നതോടെ KSRTC റോഡിന്റെ വശത്തെ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുകയായിരുന്നു. വൈദ്യുതി തൂണിൽ ഇടിച്ചു നിന്ന് ബസ് ക്രെയിൻ ഉപയോഗിച്ചാണ് മാറ്റിയത്. ചാവക്കാട് പഞ്ചാരമുക്കിൽ കാർ നിയന്ത്രണം വിട്ട് വൈദ്യുതി തൂണിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പഞ്ചാരമുക്ക് പെട്രോൾ പമ്പിന് സമീപമാണ് അപകടമുണ്ടായത്. മറ്റത്തുനിന്ന് വരികയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നതിനാൽ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. BJP പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായി ഷാജിമോൻ വട്ടേക്കാടിനെ 3ാം തവണയും നിയമിച്ചതായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നിലവിൽ BJP പട്ടികജാതി മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റും ദേശീയ നിർവാഹക സമിതി അംഗവുമാണ് ഷാജിമോൻ വട്ടേക്കാട്. ടെലികോം അഡ്വൈസറി ബോർഡ് അംഗം, റെയിൽവേയുടെ ചെന്നൈ ഡിവിഷൻ ബോർഡ് അംഗം, കേന്ദ്ര സോഷ്യൽ ജസ്റ്റിസ് മന്ത്രാലയത്തിന്റെ ഡോക്ടർ അംബേദ്കർ ഫൗണ്ടേഷൻ അംഗം എന്നിങ്ങനെ നിരവധി പ്രധാന പദവികൾ വഹിച്ചിട്ടുണ്ട്. പീച്ചി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന് സമീപം കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. പീച്ചി തെക്കേക്കുളം സ്വദേശി അഗി മുകുന്ദനാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവറെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. പച്ചക്കറിയുമായി വിലങ്ങന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയും പട്ടിക്കാട് ഭാഗത്തേക്ക് അമിത വേഗത്തിൽ വരികയായിരുന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്. ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി താമരപ്പിള്ളി റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. റോഡിന്റെ വശങ്ങളിലെ താഴ്ചയും സീബ്ര ലൈനുകൾ ഇല്ലാത്തതും കാരണം അപകടങ്ങൾ പതിവായി. 3 മാസം മുമ്പ് ടാറിംഗ് കഴിഞ്ഞ റോഡിലാണ് അപകടം പതിയിരിക്കുന്നത്. ഇരുവശങ്ങളിലും റോഡും നിലവും തമ്മിൽ 7 ഇഞ്ചിന്റെ അകലമുണ്ട്. ചിലയിടത്തിത് 1 അടിയോളമാണ്. ഇതുമൂലം ഇരുചക്രവാഹനങ്ങൾ തെന്നിവീണ് അപകടം പതിവാണെന്ന് നാട്ടുകാർ പറഞ്ഞു. നമ്മൾ റോഡിലേക്ക് കയറുമ്പോൾ ഇവിടെ കുണ്ടായ കാരണം റോഡിലേക്ക് കയറുന്ന നേരത്ത് പെട്ടെന്ന് വണ്ടി ചെരിയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഈ റോഡിന്റെ ഫുട്പാത്തും ലെവല് വളരെ വ്യത്യാസമുണ്ട്. ഒരു ഒരടിയിലൊക്കെ വ്യത്യാസങ്ങൾ പല ഭാഗങ്ങളിലുള്ളതുകൊണ്ട് മഴക്കാലമായതുകൊണ്ടും പല ഭാഗത്തും കുട്ടികൾക്ക് വിദ്യാർത്ഥികളായ കുട്ടികൾ ധാരാളം ഉള്ള ഒരു ഏരിയ ആണ് ഇത്. അവർക്ക് പോകുമ്പോൾ സൈഡ് കൊടുക്കുന്ന സമയത്ത് അവർ കാല് വെക്കുന്നത് റോഡ് കഴിഞ്ഞുള്ള ഭാഗത്തേക്ക് ആയതുകൊണ്ട് കാലെത്താതെ വരികയും വെള്ളത്തിൽ അല്ല മറ്റടുത്ത് വീണ് പരുക്ക് ഏൽക്കുകയും നിത്യ സംഭവങ്ങളാണ്. ബ്രഹ്മകുളം സെന്റ് തെരേസാസ് ഗേൾസ് ഹൈസ്കൂൾ, VR അപ്പു മാസ്റ്റർ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശത്താണ്. ഇവിടങ്ങളിലായി 2000-ഓളം കുട്ടികളാണ് പഠിക്കുന്നത്. സ്കൂളുകൾക്ക് മുന്നിൽ സീബ്ര ലൈൻ ഇല്ലാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനാൽ ഭാഗ്യം കൊണ്ട് മാത്രമാണ് പലപ്പോഴും വിദ്യാർത്ഥികൾ രക്ഷപ്പെടുന്നത്. ഞങ്ങളെ ഉമ്മ സ്കൂളിലേക്ക് ആക്കാനും സ്കൂളിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉമ്മ വരാറുണ്ട്. അപ്പൊ ഞങ്ങൾക്കും ഇത് തന്നെയാണ് അനുഭവം. അപ്പൊ ഞങ്ങൾ വീഴാനൊക്കെ പോവാറുണ്ട്. പൊതുമരാമത്ത് വകുപ്പിനും MLAക്കും ഇത് സംബന്ധിച്ച് നിരവധി തവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് സെന്റ് തെരേസാസ് സ്കൂൾ PTA പ്രസിഡന്റ് ആൻസൺ ആൻഡോ പറഞ്ഞു. റോഡിന്റെ 2 എഡ്ജും ഭയങ്കര ഹൈറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതിന്റെ സൈഡിൽ കുട്ടികൾ വന്നിട്ട് സൈക്കിളിൽ ഇറങ്ങുന്നവരും ഓട്ടോറിക്ഷയിലും മറ്റു വാഹനങ്ങളും വന്നിട്ട് ഇറങ്ങുന്നവരൊക്കെ വിടാനുള്ള പല അവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ 5-6 മാസമായിട്ടും അതിന് പോലൊരു നടപടിയും ഉണ്ടായിട്ടില്ല. വളരെ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ, നഴ്സറി 1ാം ക്ലാസ് മുതലുള്ള കുട്ടികളുള്ള സ്കൂളിൽ 1000 ചില്ലാനും കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. അതിന്റെ റോഡിന്റെ ഇരുവശത്തും ആണ് വാഹനങ്ങൾ വന്ന് ഇറങ്ങുന്നത്. റോഡ് പുതുക്കി നിർമ്മിച്ചതോട് കൂടിയിട്ട് ധാരാളം പേര് വളരെ സ്പീഡിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ കുട്ടികളെ സൈഡിൽ വാഹനം ഒതുക്കി നിർത്തുകയും സൈക്കിളിൽ വരുന്ന കുട്ടികൾക്ക് ഇറങ്ങാനും വീഴാനൊക്കെ സാധാരണ സാഹചര്യം ഉണ്ടാവും. അത് അടിയന്തരമായിട്ട് ഇതിനെന്തെങ്കിലും പരിഹാരം കാണും. അപകടം പതിവായതിനെ തുടർന്ന് സ്കൂൾ വിടുന്ന സമയത്ത് അധ്യാപകർ റോഡിൽ ഇറങ്ങി നിന്നാണ് വിദ്യാർത്ഥികൾക്ക് സുരക്ഷ ഒരുക്കുന്നത്. വലിയ ദുരന്തങ്ങൾക്ക് ഇടവരുത്തുന്നതിന് മുൻപ് പ്രശ്നത്തിൽ പരിഹാരം കാണണമെന്ന് വാർഡ് കൗൺസിലർ ഷിൽവ ജോഷി ആവശ്യപ്പെട്ടു.
റോഡ് നന്നായി ഉയർത്തിയ കാരണം റോഡിന്റെ എഡ്ജ് വളരെ താഴ്ന്നിട്ടാണ് കിടക്കുന്നത്. അപ്പൊ കുട്ടികൾ സൈക്കിളിൽ പോകുമ്പോഴാണെങ്കിലും പേരൻസ് കുട്ടികളെ വന്ന് കൊണ്ടുപോകുമ്പോൾ 2 വീലർ പ്രത്യേകിച്ച് വണ്ടി എടുക്കാനും ആക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ്. സീബ്ര ലൈൻ, കുട്ടികള് റോഡ് ക്രോസ് ചെയ്ത്, രണ്ടും സ്കൂൾ അടുത്തായ കാരണം വളരെയധികം കുട്ടികളാണ് വരുന്നത്. നിർമ്മാണം കഴിഞ്ഞ് 2 ആഴ്ചയാകുമ്പോഴേക്കും കൾവർട്ടിന്റെ വശങ്ങൾ ഇടിഞ്ഞു താണിരുന്നു. ഇത് സംബന്ധിച്ച TCB വാർത്ത നൽകിയതിനെ തുടർന്ന് നേരെയാക്കിയെങ്കിലും വീണ്ടും പഴയപടിയായി. ഇതും അപകട സാധ്യത ഇരട്ടിയാക്കുന്നുണ്ട്. അതേസമയം വശങ്ങളിലെ താഴ്ചയ്ക്ക് പരിഹാരം കാണുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് അധികൃതർ പറയുന്നത്. താമരപ്പള്ളി ഭാഗത്തു നിന്ന് പ്രവൃത്തികൾ ആരംഭിച്ചപ്പോഴേക്കും മഴയാണ് തടസ്സമായത്. മഴ മാറുന്ന മുറയ്ക്ക് പ്രവർത്തികൾ പൂർണ്ണമാകുമെന്നും അധികൃതർ അറിയിക്കുന്നു. അടിയന്തരമായി വിഷയത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകി. TCV ഗുരുവായൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ മത്സ്യബന്ധന തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. എടവിലങ്ങ് കറുപ്പം വീട്ടിൽ അബ്ദുൾ ഖാദറിന്റെ മകൻ 39 വയസ്സുള്ള റഹീമാണ് മരിച്ചത്. ഇന്ന് രാവിലെ വീട്ടിലെ കിടപ്പുമുറിയിലാണ് ഇയാളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ എറിയാട് പൊള്ളലേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന വീട്ടമ്മ മരിച്ചു. എറിയാട് ബ്ലോക്കിന് സമീപം നെട്ടൂക്കാരൻ വീട്ടിൽ റഷീദിന്റെ ഭാര്യ 54 വയസ്സുള്ള ലൈലയാണ് മരിച്ചത്. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു അപകടം. വീട്ടിൽ പാചകം ചെയ്യുന്നതിനിടയിൽ ഗ്യാസ് സ്റ്റൌവിൽ നിന്നും തീ പടർന്ന് പൊള്ളലേൽക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ലൈലയെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ചൊവ്വാഴ്ച രാത്രിയാണ് മരിച്ചത്. ജാമ്യത്തിലിറങ്ങി മുങ്ങിയ പ്രതിയെ പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. 2019 തിരുവില്ലാമല പാമ്പാടിയിൽ നിന്ന് 20 ലിറ്റർ വാറ്റുചാരായവുമായി പിടിയിലായ സൈദലവിയെയാണ് പഴയന്നൂർ പോലീസ് ഈ റോഡിൽ വെച്ച് അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. CI മുഹമ്മദ് ബഷീറും സംഘവുമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിലെത്തിയ 2 അംഗ സംഘം വീട്ടിലെത്തി വയോധികയുടെ മാല പൊട്ടിച്ചു. മംഗളോദയം റോഡിൽ അമ്പലത്തിങ്കൽ വീട്ടിൽ 82 വയസ്സുള്ള ശാരദയുടെ 1.5 പവന്റെ മാലയാണ് പൊട്ടിച്ചത്. പിടിവലിക്കിടെ മാലയുടെ ഒരു ഭാഗം മോഷ്ടാക്കൾ പൊട്ടിച്ചെടുത്താണ് കടന്നുകളഞ്ഞത്. കർക്കിടക സുകൃതം. കർക്കിടക മാസത്തിന്റെ ആധ്യാത്മിക പുണ്യം പകർന്ന് നൽകുന്നതാണ് രാമായണ പാരായണം. രാമ 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 രാമ. ദുരിതങ്ങൾ നിറഞ്ഞ പഞ്ഞമാസമായ കർക്കിടകത്തെ വിശ്വാസത്തിലൂന്നിയ ധാർമ്മിക മൂല്യങ്ങളിലൂടെ മറികടക്കുക എന്നതാണ് ഹൈന്ദവർ രാമായണ പാരായണത്തിലൂടെ വിശ്വസിച്ചു പോരുന്നത്. അതുകൊണ്ട് തന്നെ കർക്കിടകമായാൽ ചിട്ടതെറ്റാതെ രാമായണ പാരായണം വ്രതശുദ്ധിയോടെ ശീലിച്ചു വരികയാണ് ക്ഷേത്രങ്ങളിലും ഹൈന്ദവ ഭവനങ്ങളിലും. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നഭീഡേ സംവിഷ്ടം ധ്യാനനിഷ്ടം ഫാലലോചനം മുനിസിദ്ധ ദേവാദിസേവ്യം നീലലോഹിതം നിജ ഭക്താരം വിശ്വേശ്വരം. മനസ്സും ശരീരവും അതിലൂടെ സ്വഭവനങ്ങൾ പോലും രാമായണ പാരായണത്തിലൂടെ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നതാണ് വിശ്വാസം. ധർമ്മ സംരക്ഷണം എപ്രകാരമാകുന്നുവെന്ന മഹത് സന്ദേശമാണ് രാമായണം നൽകുന്നത്. രാമകഥയിലൂടെ ആ ധാർമ്മിക മൂല്യങ്ങളും അവബോധവും സമൂഹത്തിന് പകർന്നു നൽകുക എന്ന വലിയ സന്ദേശവും രാമായണ പാരായണം മുന്നോട്ട് വയ്ക്കുന്നു. അതിനാൽ രാമകഥ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഒരുപോലെ പുണ്യമാണെന്നും വിശ്വസിച്ചു പോരുന്നു. കർക്കിടക മാസപ്പിറവിയിൽ തുടങ്ങുന്ന രാമായണ പാരായണം മാസാവസാനത്തോടെ പൂർത്തിയാക്കണം. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന മനസ്സുമായി കള്ളക്കർക്കിടകം കഴിഞ്ഞെത്തുന്ന സമൃദ്ധിയുടെ ചിങ്ങമാസത്തെ വരവേൽക്കാനുള്ള മുന്നൊരുക്കം കൂടിയായി മാറുകയാണ് മലയാളികൾക്ക് രാമായണ പാരായണം. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ.
കരുവന്തല ചക്കക്കണ്ടം തീരദേശ റോഡിൽ വാഹനയാത്രക്കാർക്ക് അപകട ഭീഷണിയായി തെരുവ് നായ്ക്കൾ. ഇരുചക്ര വാഹനങ്ങൾക്കാണ് പ്രധാനമായും അപകട ഭീഷണി. വാഹനങ്ങളുടെ മുന്നിലൂടെ നായ്ക്കൾ മറികടക്കുമ്പോൾ കൂട്ടിയിടിച്ചും നിയന്ത്രണം നഷ്ടപ്പെട്ടുമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. വിഷയത്തിൽ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്നാണ് വാഹനയാത്രക്കാരുടെയും നാട്ടുകാരുടെയും ആവശ്യം. ഓൾ കേരള കേറ്ററേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം നാളെ പഴുവിലിൽ നടക്കും. മന്ത്രി ആർ ബിന്ദു സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധികളുടെ കോൺക്ലേവ, ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കൽ, എക്സിബിഷൻ, കലാപരിപാടികൾ തുടങ്ങിയവ സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അസോസിയേഷൻ ജില്ലാ ട്രഷറർ PA അബ്ദുൾ അസീസ്, ശശി ആതിഥേയ, സതീശൻ വടശ്ശേരി, KS ഷെറിൻ തുടങ്ങിയവർ പങ്കെടുത്തു. കോൺഗ്രസ് തോളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടക്കളത്തൂരിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടന്നു. KPCC വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് KS കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മുതിർന്ന കോൺഗ്രസ് പ്രവർത്തകരെയും വാർഡിലെ ആശാവർക്കർമാരെയും ചടങ്ങിൽ ആദരിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോയ ജോസഫ്, പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകല കുഞ്ഞുണ്ണി, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് വിപിൻ വടേരിയാറ്റിൽ, മണ്ഡലം പ്രസിഡന്റ് KG പോൾസൺ, VK രഘുനാഥൻ, സിജു മുളക്കൻ എന്നിവർ സംസാരിച്ചു. കെട്ടിടം അപകടാവസ്ഥയിലായതോടെ കുണ്ടൂരിൽ പ്രവർത്തിക്കുന്ന തിരുമുക്കുളം ഗ്രാമീണ വായനശാലയുടെ പ്രവർത്തനം നിലച്ചു. ചോർന്നൊലിച്ച് ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടം അടച്ചിട്ട് 1 വർഷം പിന്നിടുന്നു. 1951 തുടങ്ങിയ വായനശാലയിലെ 12,000-ഓളം വരുന്ന പുസ്തകങ്ങൾ സമീപത്തെ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൻ്റെ കെട്ടിടത്തിലാണ് ഇപ്പോൾ സൂക്ഷിച്ചിരിക്കുന്നത്. ജീർണാവസ്ഥയിലായ ഇരുനില കെട്ടിടത്തിൻ്റെ ഇരുവശവും റോഡുള്ളതിനാൽ അപകട ഭീഷണിയിലാണ്. വായനശാലയുടെ അലമാരകൾ ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകൾ മഴ നനഞ്ഞ തകർച്ചയിലും. 1.5 സെന്റ് സ്ഥലം മാത്രമാണ് വായനശാലയ്ക്കുള്ളത്. ഇവിടെയുള്ള കെട്ടിടം പൊളിച്ച് പുതിയത് നിർമ്മിക്കണമെങ്കിൽ ചട്ടപ്രകാരം ഏറെ പ്രതിസന്ധിയുമാണ്. ഇതിനാൽ കെട്ടിട നിർമ്മാണത്തിലെ ചട്ടത്തിൽ ഇളവ് അനുവദിക്കണമെന്നാണ് ഭാരവാഹികളുടെ ആവശ്യം. അതേസമയം കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് 2 വർഷങ്ങളിലായി ജില്ലാ പഞ്ചായത്ത് 7 ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെങ്കിലും കരാറെടുക്കാൻ ആരും തയ്യാറായിരുന്നില്ല. ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷം ലഭിച്ച 4 ലക്ഷം രൂപ ജില്ലാ പഞ്ചായത്ത് വകമാറ്റി. അതേസമയം ആദ്യം അനുവദിച്ച 3 ലക്ഷം രൂപ നിലവിലുണ്ടെന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭന ഗോകുൽനാഥ് അറിയിച്ചു. പഴക്കമുള്ള ഈ കെട്ടിടം അറ്റകുറ്റപ്പണികൾ നടത്താൻ ഫണ്ട് നൽകിയാൽ ജനകീയ സമിതി ഏറ്റെടുക്കുമെന്നാണ് സൂചന. TCV മാള. റോഡിലെ കുഴികളിൽ അധികാരികൾ കണ്ണു തുറക്കാത്ത സാഹചര്യത്തിൽ സാമൂഹിക പ്രവർത്തകനായ സൈഫുദ്ദീൻ കുഴികളടച്ച് സഞ്ചാരയോഗ്യമാക്കി. ഓട്ടുപാറ ജംഗ്ഷന് സമീപം മേലേമ്പാട് റോഡിലേക്ക് പ്രവേശിക്കുന്ന സ്ലാബിനോട് ചേർന്ന ഭാഗത്താണ് കാലങ്ങളായി വലിയ ഗർത്തങ്ങളുള്ളത്. ഇക്കാര്യം കരാറുകാർ ഉൾപ്പെടെയുള്ളവരോടും ബന്ധപ്പെട്ട വകുപ്പിനോടും ഉദ്യോഗസ്ഥരോടും ജനപ്രതിനിധികളോടും പറഞ്ഞുവെങ്കിലും കാര്യമുണ്ടായില്ല. ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ ഈ ഗർത്തത്തിൽ ചാടിമറിഞ്ഞു വീണ് പരിക്കേൽക്കുന്നത് നിത്യസംഭവമായിരുന്നു. തിരക്കൊഴിഞ്ഞ നേരത്ത് ഗർത്തങ്ങളുടെ ഭാഗം സിമന്റും മണലും ഉപയോഗിച്ച് തൊഴിലാളികളെ വെച്ചാണ് കുഴികൾ അടച്ച് ഗതാഗത സഞ്ചാരയോഗ്യമാക്കിയത്. TCV ന്യൂസ്, വടക്കാഞ്ചേരി. തദ്ദേശ നിയമസഭാ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെ മുന്നൊരുക്കമായി DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് തൃശൂർ കോർപ്പറേഷൻ പുതൂർക്കര ഡിവിഷൻ സന്ദർശിച്ചു. ഡിവിഷൻ പ്രസിഡന്റ് K രാമചന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. KPCC സെക്രട്ടറി A പ്രസാദ്, DCC ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്, മണ്ഡലം പ്രസിഡന്റ് K സുരേഷ്, ഡിവിഷൻ കൗൺസിലർ മെഫി ഡെൽസൺ തുടങ്ങിയവർ സംസാരിച്ചു. അരിമ്പൂർ, ചാഴൂർ പഞ്ചായത്തുകൾ അതിർത്തി പങ്കിടുന്ന മനക്കൊടി ഇറിഗേഷൻ കനാലിൽ നിന്നുള്ള കരുവാലിയും കുളവാഴിയും ചണ്ടിയും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മന്ദഗതിയിൽ. ജില്ലാ കളക്ടറുടെ പ്രത്യേക ഉത്തരവ് പ്രകാരം 2 ദിവസം മുൻപാണ് ചണ്ടി നീക്കൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഡ്രെഡ്ജർ ഉപയോഗിച്ചാണ് ചണ്ടിയും കുളവാഴിയും കരുവാരിയും നീക്കം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ശാസ്താംകടവ് മുതൽ പുള്ളുപാലം വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ തടസ്സങ്ങളെല്ലാം നീക്കി ഒഴുക്ക് പുനഃസ്ഥാപിക്കുകയാണ് ലക്ഷ്യം. ഇതിനായി ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപയും അരിമ്പൂർ പഞ്ചായത്ത് 1 ലക്ഷം രൂപയും അനുവദിച്ചിട്ടുണ്ട്. ഈ തുക ഉപയോഗിച്ചുള്ള പ്രവൃത്തികളാണ് തുടരുന്നത്. 2 ദിവസം കൊണ്ട് 300 മീറ്റർ ദൂരത്തിലുള്ള തടസ്സങ്ങൾ മാത്രമാണ് നീക്കം ചെയ്തിട്ടുള്ളൂവെന്നും മന്ദഗതിയിൽ തുടരുന്ന പ്രവൃത്തികൾ ഒരു യന്ത്രം കൂടി ഉപയോഗിച്ച് വേഗത്തിലാക്കണമെന്നും അരിമ്പൂർ പഞ്ചായത്ത് സംയുക്ത കോൾപ്പാടശേഖര സമിതി ചെയർമാൻ K രാഗേഷ് പറഞ്ഞു. കളക്ടറുടെ നേതൃത്വത്തിൽ ഇടപെട്ടുകൊണ്ട് അതിനൊരു പരിഹാരം കണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുളവാഴിയും ചണ്ടി നീക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപയും അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിൽ ചാഴൂർ പഞ്ചായത്ത് 1,40,000 രൂപ വെച്ചിട്ടുള്ള പ്രവൃത്തി ആരംഭിക്കുന്നു. അരിമ്പൂർ പഞ്ചായത്ത് 1 ലക്ഷം രൂപയാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ ഇതുവരെ തീരുമാനമായിട്ടുള്ളത്. അതിൻ്റെ പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുള്ള് പാലം മുതൽ ഏനാമാക്കൽ ഫേസ് കനാലിന് സമീപത്തെ കോട്ടച്ചാൽ വരെ കനാലിലെ കരുവാലിച്ചണ്ടി ഉൾപ്പെടെയുള്ള തടസ്സങ്ങൾ കൂടി അടിയന്തരമായി നീക്കം ചെയ്യാൻ നടപടി വേണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ചാഴൂർ, അരിമ്പൂർ പഞ്ചായത്തുകൾ പണം മുടക്കി നടത്തുന്ന ചണ്ടിവാരൽ പ്രവർത്തനങ്ങൾ കേന്ദ്രമന്ത്രിമാരുടെ ഇടപെടലിന്റെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാൻ ചിലർ നടത്തുന്ന ശ്രമം എട്ടുകാലി മമ്മൂഞ്ഞിനെ പോലും നാണിപ്പിക്കുന്നതാണെന്ന് കൃഷ്ണൻകോട്ട പാടശേഖര സമിതി പ്രസിഡന്റ് TV വിദ്യാധരൻ പറഞ്ഞു. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ ഇവിടുത്തെ ചാഴൂർ പഞ്ചായത്തും അരിമ്പൂർ പഞ്ചായത്തും ഫണ്ട് അനുവദിച്ചുകൊണ്ടാണ് ഇവിടെ ഈ ചണ്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും സംഘടനകൾ ബുദ്ധിമുട്ടി ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഗുണം മാത്രം കാക്ഷിച്ചുകൊണ്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഈ പ്രചരണം കൊടുക്കുന്നത് അത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അത് ഇനിയും തുടർന്നു പോകുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് തുല്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. TCV തൃശൂർ. ചിറ്റിലപ്പള്ളി പകൽ വീട്ടിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ മെഡിക്കൽ ക്യാമ്പ് വെള്ളിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ക്യാമ്പ് വാർഡ് മെമ്പർ സോണി തരകൻ ഉദ്ഘാടനം ചെയ്തു. വാർത്താസമ്മേളനത്തിൽ പകൽ വീട് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് PT ഡേവിസ്, സെക്രട്ടറി C നാരായണൻകുട്ടി, ട്രഷറർ CR ശൈലജ, കമ്മിറ്റി മെമ്പർമാരായ മേരി ജോസ്, PD ജോണി എന്നിവർ പങ്കെടുത്തു. SUAO കോണ്ടിനെന്റൽ ബീച്ച് സാംബോ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ വലപ്പാട് സ്വദേശിയായ 14-കാരനും കാട്ടൂർ അൽബാബ് സെൻട്രൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷിഹാനാണ് രാജ്യത്തിനായി മാറ്റുരയ്ക്കുന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന 3-അംഗ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയാണ് കരയാമുട്ടം സ്വദേശി വലിയകത്ത് ഷജീബ് അനീഷ ദമ്പതികളുടെ മകനായ മുഹമ്മദ് ഷിഹാൻ. 64 കിലോ വ്യക്തിഗത ടീം വിഭാഗങ്ങളിലാണ് മുഹമ്മദ് ഷിഹാൻ പങ്കെടുക്കുന്നത്. കുട്ടികളുടെ നൈപുണ്യ വികസനത്തിനു വേണ്ടി അൽബാബ് സെൻട്രൽ സ്കൂളും വിവൻ ടാലന്റ് ഡെവലപ്മെന്റ് സെന്റർ ചാവക്കാടും സംയുക്തമായി നടത്തിവരുന്ന കോ കരിക്കുലർ ആക്ടിവിറ്റി പ്രോഗ്രാമിലൂടെയാണ് ഷിഹാൻ ജൂജിറ്റ്സുവിലേക്കും പിന്നീട് സാംബോവിലേക്കും പ്രവേശിക്കുന്നത്. നാഷണൽ കോച്ചും ജില്ലാ സാംബോ അസോസിയേഷൻ സെക്രട്ടറിയുമായ അൻവർ മരക്കാറാണ് പരിശീലകൻ. കഴിഞ്ഞ വർഷം സ്കൂളിനെ പ്രതിനിധീകരിച്ച് ജില്ലാ, സംസ്ഥാന സാംബോ ചാമ്പ്യൻഷിപ്പുകളിൽ സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കിയാണ് ഷിഹാൻ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിനുള്ള യോഗ്യതാ പട്ടികയിലേക്ക് ഇടം പിടിച്ചത്. ഓഗസ്റ്റ് 2, 3 തീയതികളിൽ സിംഗപ്പൂരിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. പ്രധാന വാർത്തകൾ വീണ്ടും. തോരാതെ ജന്മനാടിന്റെ കണ്ണീർ, വേലിക്കകത്തിന്റെ പടിയിറങ്ങി വിപ്ലവ താരകം. VSന്റെ സംസ്കാരം ഇന്ന് വൈകിട്ട് ഔദ്യോഗിക ബഹുമതികളോടെ വലിയ ചുടുകാട്ടിൽ. ചാലക്കുടി വെട്ടുക്കടവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഗതാഗതം നിരോധിച്ച് പൊതുമരാമത്ത് ഉദ്യോഗസ്ഥരുടെ നടപടി നാട്ടുകാർ തടഞ്ഞു. ചാലക്കുടി മേലൂർ റോഡിലെ ഗതാഗതമാണ് ഉദ്യോഗസ്ഥർ തടഞ്ഞത്. ഇരിങ്ങാലക്കുട ടാണ ചന്തക്കുന്ന് റോഡ് വികസനം 1 വർഷം പിന്നിട്ടിട്ടും ആരംഭിക്കാനായില്ല. കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ തയ്യാറാകാതെ അധികൃതർ. ഗുരുഭവനപുരി മാലിന്യപ്പുഴയായി മാറി. ഗുരുവായൂർ കിഴക്കേ നടയിൽ റോഡിലൂടെ ശുചിമുറി മാലിന്യം ഒഴുകുന്നു. ഭക്തരും പ്രദേശവാസികളും ദുരിതത്തിൽ. കർക്കിടക വാവുബലി തർപ്പണം നാളെ. ജില്ലയിലെ വിവിധ ക്ഷേത്രങ്ങളും സ്നാനഘട്ടങ്ങളും ഒരുങ്ങി. സുരക്ഷയൊരുക്കി പോലീസ്. സ്വർണ്ണവിലയിൽ വൻ കുതിപ്പ്. പവന് 75,000 രൂപ കടന്നു. 3 ദിവസത്തിനിടെ പവന് വർദ്ധിച്ചത് 1,680 രൂപ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.